അതിന്റെ മറ്റൊരാശയം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സ്വന്തം ഭാര്യയെ ഒരു കാഴ്ചപ്പണ്ടാരം പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മനുഷ്യൻ അവനും ദയ്യൂസാണത്രേ എന്ന് പറഞ്ഞാല് ശരിക്കും ഇതൊക്കെ യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്നത്തെ യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം, ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുകളോ നമ്മുടെ കൗമുകൾക്കാണ്. അതില് ഒരുപാട് യുവാക്കൾ തന്റെ ഭാര്യയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് അവളുടെ ചിരിയും കളിയും ഒക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ നമ്മളെ കുറെ ആൾക്കാരുണ്ട്, അല്ലോ മാഷാ അല്ലാ. നമുക്ക് എവിടെ മാഷാ അല്ലാ പറയണ്ടെന്ന് വല്ല ബോധമുണ്ടോ? അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ മാഷാ അല്ലയും ഇൻഷാ അല്ലയൊക്കെ കമന്റ് ചെയ്യുന്നവർ അള്ളാഹുവിനെ പരിഹസിക്കുന്നവരാണ്, അള്ളാഹിനെ കളിയാക്കാണത്. അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിന്റെ വീഡിയോസ്, കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ രണ്ടുപേരും ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സേവ് ദ ഡേറ്റിന്റെ പ്രോമോ വീഡിയോ ഇങ്ങനെ വരും. മാഷാ അല്ലാ ബാറക്കല്ലാ, രണ്ടുപേരിൽ നിന്ന് വ്യഭിചരിക്കണത് കാണുമ്പോ മാഷാ അല്ലാ. എന്തൊരപകടാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദയ്യൂസ് വരുമ്പോ അത് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മനുഷ്യരുണ്ടായ